ഹായ് ഹലോ, എന്തൊക്കെയാണ് ചങ്കുകളെ സുഖമല്ലേ? നമ്മളിപ്പോൾ ഒന്നുള്ളത് സൈറ്റിലാണ്, പണി സൈറ്റിലാണ്. അവിടുന്ന് ഇത് ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണ്, വാതിൽക്കട്ടിൽ ജനൽ ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണ്. അവിടെ ഇപ്പോൾ ജനൽ ഒരു സ്ഥലത്തേക്ക് ഓർഡർ ഉണ്ടായിട്ട് അതിന് കമ്പിയിട്ട് സെറ്റാക്കി വെക്കുകയാണ്. കമ്പി സെറ്റാക്കിയതിന് ശേഷം ഇത് ടൈറ്റാക്കിയതിന് ശേഷം ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്ന ഇതിലാണ്. നമ്മൾ ബംഗാളിയാണ് പണി. അപ്പോൾ അത് 3 ടാങ്ക് ബാക്കിയോട് ഫുള്ള് ഇട്ടതിന് ശേഷം അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ, പിന്നെ മറ്റുള്ള പ്രവൃത്തികൾ നടത്താൻ പറ്റുള്ളൂ. ഫുള്ള് അങ്ങനെ ഇട്ട് ടൈറ്റ് ആക്കേണ്ടിയാണ്. ക്വാളിറ്റി പല രൂപത്തിലുള്ള ക്വാളിറ്റിയുള്ള കമ്പിയൊക്കെ ഇടലുണ്ട്. നല്ല ക്വാളിറ്റി പറയുന്ന കസ്റ്റമർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഇട്ട് കൊടുക്കും. ഏതെല്ലാം ക്വാളിറ്റി കുറവുള്ളതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ പുറത്തേക്കുള്ള കമ്പി അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുള്ളിലേക്ക് തച്ചമർത്തി തന്നെ വേണം, ഹാമർ ഉപയോഗിച്ച് വേണം. അപ്പോഴത് ടൈറ്റായി നിൽക്കുള്ളൂ. എന്നിട്ട് ആ കാണുന്ന സൈഡ് ഭാഗത്ത് സിമൻറ്റ് ഗ്രൗട്ടില്ലേ, സിമൻറ്റിനെ കുഴച്ചുണ്ടാക്കിയ ആ സംഭവം തന്നെ ഇട്ടിങ്ങാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉണങ്ങുന്നതനുസരിച്ച് പിന്നെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്ത രൂപത്തിൽ സെറ്റായി നിൽക്കും. അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് മൊത്തം വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കട്ടിലിന് ഓർഡർ വന്നപ്പോൾ പെട്ടെന്ന് എടുക്കുന്നതാണ് കണ്ടത്. ഇനിയിപ്പോൾ കുറേ ഓർഡർ വന്നു വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഉണ്ടോ ഹാമർ ഉപയോഗിച്ച് ഞാൻ ആ പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗമൊക്കെ ഉള്ളിലേക്കാക്കുക. അതാണ് പിന്നെ ചെയ്യേണ്ട പണി. ആ ഫുള്ള് പുറത്തേക്ക് ഉള്ളതായും അതൊക്കെ പിന്നെ ഇങ്ങനെ തച്ചമർത്തുക. അപ്പോൾ കാണുന്നത് ആ അമർത്തിയതിന് ശേഷമുള്ള ഭാഗമാണ് ഗ്രൗട്ട് ഇടേണ്ടത്. ഇവിടെ ഇങ്ങനെ കമ്പി ഇട്ടിക്കണെന്ന് പുറത്തുനിന്ന് കാണാത്ത രൂപത്തിൽ ഗ്രൗട്ട് ഇട്ടാണ് ചെയ്യാം. മൊത്തം ബംഗാളി തന്നെ തച്ചമർത്തുന്നുണ്ട്. ഏതായാലും ആദ്യം നമ്മളത് പുറത്തേന് ഇടുന്നതിന് മുൻപ് കമ്പിൻ്റെ ഒരു സൈഡ് കല്ലുമ്മൽ വെച്ചെങ്ങാൻ ചെറുതായിട്ടൊന്ന് പരത്തിക്കാളൂ. സാധാരണ മോഡലിന് ലേശം പരുത്തുമെന്ന് ഇങ്ങനെ കുറച്ച് ടൈറ്റ് അവസാന സമയത്ത് ഇങ്ങനെ തച്ചമർത്തിയാലും ഒരു ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് വ്യത്യാസം വരുത്തിയതിന് ശേഷം മാത്രമേ ആ ജനലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ജനലിൻ്റെ ഫൈനലാണ്. ഏതാണ്ട് ഫൈനൽ. ഇനി ഇതിലൊക്കെ വിനാഗിരിയൊക്കെ ഇടാനുണ്ട് കേട്ടോ. പക്ഷേ കമ്പി ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്, വോളിബോൾ ഗ്രൗണ്ട്. ഇതാണ് സ്ഥാപനം. പിന്നെ ഇതാണ് നമ്മളെ വണ്ടി പോകുന്ന വണ്ടിയാണ്. ഒരു കട്ടില വേറെ സൈറ്റിൽ നിന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ സൈറ്റാണ് ഇപ്പം ഇവിടെ ഉള്ളത്. കൊടുവള്ളിക്ക് അടുത്താണിത്. അപ്പോൾ ഈ സൈറ്റിൽ 2-3 കട്ടിലൂടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2-3 കട്ടിലൂടി ഇങ്ങനെ കയറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ കയറി പിടിച്ചു കൊടുത്താൽ അപ്പോൾ കണ്ട് ഒക്കെ ബംഗാളികളാണ് കേട്ടോ. അവർക്കൊന്നും മുഖം കാണിക്കുന്നത് വലിയ താല്പര്യമില്ല എന്നാണ്. അപ്പോൾ അത് ജീവിതത്തിൽ അങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ പിന്നെ ബാക്കിയോട് കയറ്റിയതിന് ശേഷം അതിൽ ഒന്നുകൂടി ഇവിടെ വെക്കേണ്ടിയുണ്ട്. ഈ കാതിലെ കട്ടിലിൻ്റെ ഏറ്റ് തന്നെ ഒരു കയറ്റുന്ന അതുകൂടി വെച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് കെട്ട് ചെയ്യാം. അടിയിൽ ചാക്കിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ടാവും. ചാക്കിൻ്റെ കഷ്ണമൊക്കെ വെച്ച് അത് അതിലേക്ക് വെച്ചില്ലെങ്കിൽ അടി പൊട്ട് കുടുങ്ങാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ കയറ്റുന്ന സമയത്ത് വണ്ടീൻ്റെ സൈഡൊക്കെ കുടുങ്ങിയാലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ച് 2 കൂടി യോജിപ്പിച്ചതിന് ശേഷം അതിനിടയിൽ ഇത് അമ്മമ്മയിൽ പിന്നെ തട്ടാൻ പാടില്ല. പോകുന്ന സമയത്ത് വണ്ടി ജെർക്കൊക്കെ ചെയ്യുന്നതായിരിക്കും. ജെർക്കിങ്ങിന് തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നും ഉണ്ടായിട്ടല്ല, ഉറപ്പ് കുറവല്ല കേട്ടോ. അത് അങ്ങനെയാണ്. അതിൻ്റെ ഷേപ്പ് ഭയങ്കര പുറംഭാഗമൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും കാണാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.